സമ്പത്ത്, ഞാൻ താങ്കളിലേക്ക് വരുന്നു. നേരത്തെ റോണി കെ ബേബി ഉന്നയിച്ചതുപോലെ ഈ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് നടന്നിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നാട്ടികയിലെ MLA CC മുകുന്ദൻ അദ്ദേഹം CPI വിട്ട് കോൺഗ്രസ് മുന്നണി സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞിട്ട് അത് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് അദ്ദേഹം പോയിട്ട് BJPയിൽ ചേർന്നിട്ടുണ്ട്. അതും ഇന്ന് തന്നെയാണ് സംഭവിച്ചത്. ഒപ്പം തന്നെ KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ അദ്ദേഹവും BJP പോയി ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി KJ ജോബ്, ആലപ്പുഴയിലെ നേതാവ്, അദ്ദേഹം ഇന്ന് രാജിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തന്നെ ആണ് പോകേണ്ടത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചകൾ എങ്ങനെയാണ് ജനം വിലയിരുത്തേണ്ടത് എന്ന് പറഞ്ഞു തന്നെയാണ് പോകേണ്ടത്. അതിലൊന്നും എനിക്കൊരു സംശയവുമില്ല. അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സമ്പത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പുമ്പോൾ, ഒരു രാഷ്ട്രീയ സമരമാവുമ്പോൾ അതിൽ രക്തസാക്ഷികളുണ്ടാവും, അതിൽ മാപ്പുസാക്ഷികളുണ്ടാവും, അതിൽ ഒറ്റുകാരുണ്ടാവും, നിർഭാഗ്യവശാൽ അതിൽ കോമാളികളും ഉണ്ടാവും. ഇവരെയൊക്കെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ ജനത്തിന് കഴിയും എന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ വേണ്ടത്. അങ്ങനെയല്ലേ സമ്പത്തെ? NPC, ഈ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി ഇങ്ങനെ ഈ നിലനിൽക്കുന്നതിനും നമ്മളൊക്കെ ഇങ്ങനെ കഴിയുന്നതിനും കാരണമായിട്ടുള്ളത് അത് ഒരു കാലത്തെ സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനിലെ ചെമ്പട, ആ ചെമ്പടയിലെ 2 കോടി, അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല. നമ്മൾ മാതൃഭൂമി എന്ന് പറയുമ്പോൾ അവർ പറയാതെ പിതൃഭൂമി എന്നാണ്. ഞാൻ റഷ്യൻ ഭാഷ കുറച്ച് പഠിച്ചിട്ടുള്ള ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഫാദർലാൻഡ് എന്നാണ് അവർ പറയുക. യുദ്ധഭൂമിയിലേക്ക് ആദ്യമെല്ലാം ഈ ജർമ്മനി ഫാസിസം അവരുടേതായിട്ടുള്ള ഇരച്ച് കയറ്റമായിരുന്നു. ലോകത്ത് പലയിടത്തും അവർക്ക് അനുകൂലമായ ഒരുപാട് ആളുകൾ അത്തരത്തിലുണ്ടായിരുന്നു. ഈ വട്ടമേശ സമ്മേളനത്തിന് ഇന്ത്യയിൽ നിന്ന് പോയതായ ഒരു പ്രതിനിധി ഈ ഇറ്റലിയിലെ മുസോളിനിയുടെ ക്യാമ്പുകളെല്ലാം സന്ദർശിച്ചിട്ട് അതേ മാതൃകയിൽ കൂടെ ഇന്ത്യയിൽ അതേ യൂണിഫോമിൽ അതേ പരിശീലനം അങ്ങനെ ആരംഭിക്കുന്നതിന് വേണ്ടി ഹിന്ദു മഹാസഭ, പിന്നീട് RSSലേക്കുള്ള, ഞാൻ ആ നാൾ വഴികളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ ഒടുവിൽ ജീവൻ വെടിഞ്ഞതിൽ പുരുഷന്മാർ പോയിട്ട് തിരിച്ചു വരാത്തത് കൊണ്ട്, ശരീരം പോലും കിട്ടാത്തത് കൊണ്ട് അമ്മമാർ ആയുധമെടുത്തുകൊണ്ട് പോരാട്ട ഭൂമിയിലേക്ക് പോയി. ആ സോവിയറ്റ് യൂണിയൻ അന്നുണ്ടായിരുന്നത് കൊണ്ട് ഫാസിസത്തെ ചെറുക്കാനായി കഴിഞ്ഞു. അങ്ങനെയാണ് 2ാം ലോക മഹായുദ്ധത്തിന് അറുതി വരുത്തുന്നത്. ഒരു മെയ്ദനത്തിലാണ് റീസ്തായുടെ മുകളിൽ അരിവാളും ചുറ്റിക നക്ഷത്രവും ആലേഖനം ചെയ്ത ചുവന്ന പതാക അവർ പാറിച്ചത്. ഇവിടെ ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നത്, ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഓർമ്മയുണ്ടാവും. പ്രൊഫസർ റോണി കെ ബേബിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. എന്നെക്കാൾ അദ്ദേഹത്തിന് ഈ കാര്യം ഓർമ്മ ഉണ്ടാവണം. പാകിസ്ഥാൻ, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ അവർ നടത്തിയിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും ഭീകരമായ നരവേട്ട, ബലാത്സംഗം, കുട്ടികളെ അടക്കം കൊലപ്പെടുത്തിയത്, അന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചിത്രം തന്നെയുണ്ട്. ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ പൊള്ളുന്ന പനി അടക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കുട്ടിയെ ഒരു പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നതായ ചിത്രം അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അച്ചടിച്ചു വന്നു. പലരെയും കരയിച്ചിട്ടുണ്ട് ആ ചിത്രം. ഇന്ത്യയിലേക്ക് അത്തരത്തിൽ അമേരിക്കയുടെ നാവികപ്പട ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രഖ്യാപിച്ചു, ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്, US ഉടൻ അവരുടേതായ എല്ലാ നടപടികളും നിർത്തിവെക്കണം, ഇല്ല എങ്കിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ഈ പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങളുടെ നടപടികൾ കൈക്കൊള്ളേണ്ടതായി വരും. പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ US തിരിച്ചു പോകേണ്ടതായി വന്നു. ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ലോകത്തിലെ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഈ നാട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല. ഇറാൻ്റെ മേൽ US അത്തരത്തിൽ അശനിപാതം പോലെ ഇത്തരത്തിൽ ആ യുദ്ധം തുടങ്ങിയത് US ആണ്. US ഇസ്രായേൽ അച്ചുതണ്ടാണ്. അവരുടേതായ നുണപ്രചരണങ്ങൾ ഈ പറയുന്നത് ആ ഇറാനിന് എന്താ കാര്യം, വെനിസ്വേലയുടെ പ്രസിഡൻറ്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോവുക, അങ്ങനെ തട്ടിക്കൊണ്ടുപോയതിനെതിരായി രാജ്യത്ത് അത്തരത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ അവരുടേതായ പ്രതിഷേധം രേഖപ്പെടുത്തുക, പരസ്യമായി തെരുവിലിറങ്ങുക. കോൺഗ്രസ് എന്താ ചെയ്തത്? ഇറാനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം, US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും നിറകെട്ടതായിട്ടുള്ള കുട്ടികളടക്കം കൊലപ്പെടുത്തുക, ആശുപത്രികളും ഈ കുടിവെള്ള സംഭരണികളടക്കം അവർ നശിപ്പിക്കുക. അപ്പോഴെല്ലാം ഈ പറയുന്നത് എന്താ കോൺഗ്രസ് എടുത്ത നിലപാട്? ഇന്ത്യയുടെ ചേരിചേരാ നയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സാർവദേശീയ വിഷയങ്ങൾ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് നിന്ന് നിലവിലുള്ള ഒരു ഗവൺമെൻറ്, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വംശവെറി, വർഗീയ വിദ്വേഷം, വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ
അതിനെതിരായി എടുക്കുന്ന നിലപാടെന്താണ്? ഈ ചർച്ച നടക്കുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന കാര്യം, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒഡീഷയിലും ബീഹാറിലും എടുത്ത നിലപാടെന്തായിരുന്നു? പ്രൊഫസർ റോണി കെ ബേബി എന്തായിരുന്നു നിലപാട്? ചില MLA-മാർ അവരുടെ വോട്ട് ക്രോസ് ഔട്ട് ചെയ്തു BJPക്ക് വേണ്ടി. ചില MLA-മാർ മറ്റൊരു സംസ്ഥാനത്ത് വിട്ടുനിന്നു, ഇല്ലേ? ഇതെല്ലാം തന്നെ നടത്തിയില്ലേ? BJPക്കെതിരാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വാസ്തവത്തിൽ കോൺഗ്രസ് കാട്ടേണ്ടതായിട്ടുള്ളൊരു മാതൃകയുണ്ടല്ലോ. CPM-നെ എതിർക്കാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർക്കാം, പക്ഷേ കേരളത്തിൻ്റെ നന്മകളെ തല്ലിക്കെടുത്താനായി അങ്ങനെ BJPയോടൊപ്പം കൂട്ടുനിൽക്കാമോ നിങ്ങൾ? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ UDF-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ അത് കൊണ്ടുപോകാനായി കഴിഞ്ഞില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിണറായി വിജയൻ സാഹിബിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ തന്നെ പ്രസിഡന്റ് പറഞ്ഞതാണ് അദ്ദേഹത്തിന് എന്താണ് ഈ സ്വർണ്ണ പതക്കം നൽകേണ്ടതാണ് എന്നുള്ള നിലയിലേക്ക്. അത് നടക്കില്ല എന്ന് വിചാരിച്ചാൽ നടന്നു, അല്ലേ? അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളത്. നാഷണൽ ഹൈവേക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ 25% ആ തുക അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്. കടമെടുത്തിട്ടാണെങ്കിലും കൊടുക്കണം. ആർക്ക്? ഇന്ത്യ ഗവൺമെൻറ്റിന്. അവർ രാജാവും നമ്മളെല്ലാം പ്രജകളുമാണ് എന്നുള്ള നിലയിലേക്ക് നിൽക്കുകയാണ്. കോൺഗ്രസ് ഈ കാര്യത്തിൽ എന്താ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? നമ്മുടെ നാട്ടിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വാട്ടർ മെട്രോ എടുത്തിട്ടാണല്ലോ ഈ ഇന്ത്യ ഗവൺമെൻറ് കാണിക്കുന്നത് ഇതാ ഞങ്ങളുടേതാണ് എന്നുള്ള നിലയിലേക്ക്. അത് ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ളത് കൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ഈ അപ്പുറത്ത് ആരെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ പ്രകീർത്തിക്കുന്നത് ഒക്കെ നല്ലത് തന്നെയാണ്. നമ്മൾ 24 മണിക്കൂറും പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനം ഇന്ന് ഈ ഇന്ത്യയിൽ 2 സംസ്ഥാനമേ ഉള്ളൂ NPC. അതൊന്ന് കേരളമാണ്, മറ്റൊന്ന് ജമ്മു കാശ്മീരാണ്. ഇപ്പോൾ പവർ കട്ടില്ലാത്ത 2 സംസ്ഥാനങ്ങൾ. ഇങ്ങനെ ഈ കേരളം മാറിയത് ഇടമൺ കൊച്ചി പവർ ലൈൻ എന്തുകൊണ്ട് വലിക്കാൻ കഴിഞ്ഞിരുന്നില്ല? ഞാനന്ന് പാർലമെൻറ്റ് അംഗമായിരുന്നു. നാഷണൽ പവർ ഗ്രിഡിലെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല, അത് പരസ്യമായി പറയുന്നത് ശരിയുമല്ല. അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ വൈദ്യുതി മന്ത്രിയും തമ്മിൽ എന്തുകൊണ്ട് തർക്കമുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഇവിടെ 1.5 പതിറ്റാണ്ടിന് ശേഷം മാത്രം പൂർത്തിയാവുമായിരുന്നിട്ടുള്ള ആ വിഴിഞ്ഞം പദ്ധതിയുടെ 1ാം ഘട്ടവും അടുത്ത 2ാം ഘട്ടവും അതെല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് കേരളത്തിലെ സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു നയാ പൈസ നൽകിയിട്ടുണ്ടോ? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ ഏതെങ്കിലും മറ്റേതെങ്കിലും സഹായമായിട്ട് ഇല്ലല്ലോ. വരികയാണ്, അവിടെ വേദിയിലേക്ക് വന്ന് അങ്ങനെ ഉപവിഷ്ടരാവുകയാണ്, മറ്റു ചില ആളുകളെല്ലാം വന്ന് അവിടെ പ്രസംഗിക്കുകയാണ്, എന്നിട്ട് പോവുകയാണ്. അതല്ലേ ഇവിടെ നടത്തിയിട്ടുള്ളത്? കോൺഗ്രസ് ഒരു വാക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വേറൊന്നു കൂടി ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നിട്ട് സോമാലിയ ഹേ എന്ന് പറഞ്ഞപ്പോൾ BJPക്കാർ കൈയടിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരും കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ദുഃഖമുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ എല്ലാം പിതാമഹന്മാരെയെല്ലാം കടൽക്കൊള്ളക്കാരാണ് എന്ന് പറയുന്നതിന് സമമാണ് കേരളം സോമാലിയാണ് എന്ന് BJPയുടെ ഒരു നേതാവ് അത്തരത്തിൽ വന്ന് പറയുക എന്നുള്ളത്. ഇവിടെ കേരളം ഇന്ന് ഇന്ത്യയിൽ നമ്മൾ വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. തിരുവനന്തപുരം കത്തിയത് എപ്പോഴാണ്? മാറാട് 1ഉം 2ഉം കലാപങ്ങൾ നടന്നത് എപ്പോഴാണ്? അന്നത്തെ മുഖ്യമന്ത്രിക്കടക്കം അവിടെ പോകാൻ കഴിയാതിരുന്നത് എപ്പോഴാണ്? തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ചുവന്ന കൊടിയും വെച്ച് പഴയ കാറിൽ അത്തരത്തിൽ ചില നേതാക്കൾ പോയി അവിടെ ജീവൻ പണയം വെച്ചാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ആ ഐക്യം പടുത്തുയർത്തിയത്. അതിലെ ഒരു മനുഷ്യൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൂടി മനസ്സിലാക്കണം. ഞങ്ങളെ വിമർശിച്ചോളൂ, ഞങ്ങളെ പരിഹസിച്ചോളൂ, ഞങ്ങളെ ഭത്സിച്ചോളൂ, ഞങ്ങളെ ആക്ഷേപിച്ചോളൂ, ഞങ്ങളെ ട്രോളിക്കോളൂ, പക്ഷേ ഞങ്ങൾ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ കേരളത്തെ കെട്ടിപ്പടുത്തുയർത്തിയതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, വിശേഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ പങ്കുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന സഖാവ് EMS-ൻ്റെ ആ ചെറിയ പുസ്തകം പ്രൊഫസർ റോണി കെ ബേബിക്ക് നന്നായി ഓർമ്മയുണ്ടാവും.